ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. ഇൻവെൻട്രി വൗച്ചേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏതൊരു ഫേമിനും മാർച്ച് 31 അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ അവരുടെ ക്ലോസിങ്ങിൽ എന്ത് നോക്കും? സ്റ്റോക്ക് വെരിഫൈ ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള സ്റ്റോക്കും ഷോപ്പിലുള്ള ഫിസിക്കൽ സ്റ്റോക്കും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയുള്ളൊരു വൗച്ചറാണ് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ. എങ്ങനെയാണ് ടാലിയിൽ ഈ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും ആവശ്യമില്ല. ഏതിനാണ്? ഇൻവെൻട്രി വൗച്ചേഴ്സിൽ 2 വൗച്ചറുകൾക്ക്. ഒന്ന് സ്റ്റോക്ക് ജേണൽ, മറ്റൊന്ന് ഫിസിക്കൽ സ്റ്റോക്ക്. ഓൾട്ട് F10 ആണ് ഫിസിക്കൽ സ്റ്റോക്കിൻ്റെ കീ. ഓൾട്ട് പ്ലസ് F10 നോക്കുക. ഇതിൻ്റെ പേര് തന്നെ എന്താണ്? ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്നാണ്. അപ്പം നെയിം ഓഫ് ഐറ്റം, ഏത് ഗോഡൗൺ ആണ്, ബാച്ച് നമ്പർ ഉണ്ടെങ്കിൽ അത്, മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഉണ്ടെങ്കിൽ അത്, ക്വാണ്ടിറ്റി, ഇത്രയും കാര്യങ്ങളോ നമുക്കിവിടെ കൊടുക്കാനുള്ളൂ. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ സ്റ്റോക്ക് സമ്മറി എന്ന് നോക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ ബിസ്ക്കറ്റ്സ് ഉണ്ട്. മെയിൻ ഷോപ്പിൽ 35, മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്ന ഗോഡൗണിൽ 35 പാക്കറ്റും ഷോപ്പിൽ 10 പാക്കറ്റുമാണുള്ളത്. ടോട്ടൽ 45 പാക്കറ്റ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് നമ്മൾ ടാലിയിൽ നോക്കിയപ്പോൾ 45 പാക്കറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ മാനുവലി കൗണ്ട് ചെയ്തപ്പം അതിൽ 5 പാക്കറ്റ് മെയിൻ ലൊക്കേഷനിൽ ഡിഫക്റ്റീവാണ്. അപ്പോൾ 5 പാക്കറ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം മെയിൻ ലൊക്കേഷനിൽ 35 പാക്കറ്റ് ഉണ്ട്, ബട്ട് അതിൽ 5 പാക്കറ്റ്സ് ഡിഫക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 5 പാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 30 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി വൗച്ചറിലേക്ക് വരും. ഇൻവെൻട്രി വൗച്ചറിൽ ഓൾട്ട് F10 ഫിസിക്കൽ സ്റ്റോക്ക് എടുത്തു, ബിസ്ക്കറ്റ് സെലക്ട് ചെയ്തു, ഗോഡൗൺ മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തപ്പം ഇവിടെ 35 എന്ന് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യാൻ പോവാണ്. എൻറ്റർ ചെയ്യുന്നു. ക്വാണ്ടിറ്റിയുടെ അവിടെ 30 എന്ന് ഞാൻ കൊടുക്കുന്നു. 5 പാക്കറ്റ് ഡിഫക്റ്റ് ആണ്, ബാക്കി എത്രയേ ഉള്ളൂ? 30 ഉള്ളൂ. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ സ്റ്റോക്ക് സമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര പാക്കറ്റേ ഉള്ളൂ? 40. മെയിൻ ലൊക്കേഷനിൽ എത്രയുണ്ട്? 30. അപ്പോൾ 5 പാക്കറ്റ് എന്ത് സംഭവിച്ചു? ഡിഫക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഡിഫക്റ്റ് ചെയ്തത് നമുക്കിവിടെ കാണാം. കണ്ടോ? ഔട്ട് വെയ്ഡ് 5 പാക്കറ്റ്, വാല്യൂ ഒന്നുമില്ല. 5 പാക്കറ്റ് ഫിസിക്കൽ സ്റ്റോക്കിലൂടെ നമ്മൾ ക്ലിയർ ചെയ്തു. ബാക്കി ഇനിയും ക്ലോസിംഗ് വാല്യൂ എത്രയേ ഉള്ളൂ? 30 ഉള്ളെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ എന്ന് പറയുന്നത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ വൗച്ചറാണ്. ഇപ്പോൾ ടാലിയിൽ നമുക്ക് എപ്പോഴും കണക്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. ഓൾട്ട് F10 ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ടാലിയിൽ ഇൻവെൻട്രി വൗച്ചേഴ്സാണ് ഇത്രയും നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻവെൻട്രി വൗച്ചേഴ്സിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളെ ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യിപ്പിക്കുന്നത്. തീർച്ചയായും ലൈക്ക്, കമൻറ്റൊക്കെ തീർച്ചയായും വേണം. അഡ്വാൻസ് ടാലി കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ 9446433550. Thank you for watching Shihab's Academy's Learn Tally software in simple method.